കോലാഹലമേട് തങ്ങൾവാറ ആണ്ട് നേർച്ച ഏപ്രിൽ 26-ന് സമാപിച്ചു. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കൂട്ടിക്കൽ പഞ്ചായത്തിൽപ്പെടുന്ന പ്രദേശമാണ് കോലാഹലമേടിലെ തങ്ങൾപാറ. ഏപ്രിൽ 24-ന് എൻഡിആർ ബദരിയ്യ ജമാഅത്ത് പ്രസിഡന്റ് PY അബ്ദുൽ ലത്തീഫ് പണിക്കവീട്ടിൽ പതാക ഉയർത്തിയോടുകൂടി ആരംഭിച്ച ആണ്ട് നേർച്ച ചടങ്ങുകൾ ഏപ്രിൽ 26-ഓടുകൂടി സമാപിച്ചു. കേരളത്തിലെ സൂഫി വര്യന്മാരിൽ പ്രമുഖ സ്ഥാനിയും തെക്കൻ കേരളത്തിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രവും സഞ്ചാരികളുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രവുമായ വാഗമണ്ണിലെ കോലാഹലമേട്ടിൽ ശൈഖ് ഫരീദുദ്ദീൻ മഹാനവറുകളുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ തങ്ങൾപാറയിലെ ദർഗ ഷരീഫ് ആണ്ട് നേർച്ച ഇൻഷാ അല്ലാഹ് 2026 ഏപ്രിൽ 24 വെള്ളി 25 ശനി 26 ഞായറോടുകൂടി സമാപിച്ചു. ഈ ദിവസങ്ങളിൽ സിയാറത്ത്, ദിക്ർ ഗൽഗ, സ്വലാത്ത്, മൗലൂദ് പാരായണം, ഉദ്ബോധന പ്രസംഗം, ദുആ സമ്മേളനം കൂടാതെ നേർച്ചച്ചോറ് വിതരണം തുടങ്ങിയ പരിപാടികൾ നടന്നു. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ 10,000-കണക്കിന് ആൾക്കാർ ആണ്ട് നേർച്ചയിൽ പങ്കെടുത്തു. ആണ്ട് നേർച്ചയിലെ ദുആ സമ്മേളനം സയ്യിദ് അഹമ്മദുൽ അമീൻ ബഹവക്കി അൽ അസ്രി തങ്ങൾ കൊല്ലം നേതൃത്വം നൽകുകയും AM അബ്ദുൽ അസീസ് സഖാഫി, PA ഖാലിദ് സഖാഫി, മുഹമ്മദ് സലീം സഖാഫി, KM അബ്ബാസ് മുസലിയാർ, MM മുഹമ്മദ് ഷരീഫ് മൗലവി തുടങ്ങിയവരുടെ മഹനീയ സാന്നിധ്യം ശ്രദ്ധേയമായി. ഏപ്രിൽ 25 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ സിയാറത്ത്, മൗലൂദ് പാരായണം തങ്ങൾപാറയിൽ നടന്നു. ഏപ്രിൽ 26 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ സിയാറത്ത്, ദിക്ർ ഗൽഗ, സ്വലാത്ത്, മൗലൂദ് പാരായണം, ഖുർആൻ പാരായണം എന്നിവ നടന്നു. ഇതിന് നേതൃത്വം നൽകിയത് ജനാബ് അഫ്സൽ സഖാഫി കരിപ്പേൽ, ജനാബ് EA സുലൈമാൻ സൗദി ചീഫ് ഇമാം ബദരിയ്യ ജുമാ മസ്ജിദ് NDR, ജനാബ് ഷിയാസ് അംജദി ഇമാം ബദരിയ്യ ജുമാ മസ്ജിദ് NDR. 10:30 മുതൽ ഉദ്ബോധന പ്രസംഗം ജനാബ് ഉസ്താദ് മുഹമ്മദ് അസ്നി കോഡൂർ സമസ്ത മുശാവറ അംഗം. 11:30 മുതൽ മുഖ്യപ്രഭാഷണം ജനാബ് TA ഖാലിദ് ഉവൈസി ഇടുക്കി ചീഫ് ഇമാം ചെറുതോണി ജുമാ മസ്ജിദ്. വിശ്വാസികൾക്കൊപ്പം വാഗമണ്ണിനെ തൊട്ട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ പ്രദേശമായതുകൊണ്ട് തങ്ങൾപാറയിലേക്ക് ധാരാളം വിനോദസഞ്ചാരികളും എത്താറുണ്ട്. എല്ലാ മാസവും അവസാന ഞായറാഴ്ച തങ്ങൾപാറ സ്വലാത്ത് രാവിലെ 11 മണി മുതൽ തങ്ങൾപാറയിൽ ആരംഭിക്കും. ശൈഖ് ഫരീദുദ്ദീൻ മഖാമിലേക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ വീണ്ടും ഇവിടേക്ക് എത്തിച്ചേരുവാനുള്ള പ്രധാന കാരണം ആത്മീയമായ ഉണർവും അതോടൊപ്പം തന്നെ തങ്ങളുടെ വിശ്വാസപ്രകാരം ഉണ്ടാകുന്ന അനുഭവങ്ങളുമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. വടക്കൻ ജില്ലകളിൽ നിന്ന് എത്തുന്നവർ പാല, ഈരാറ്റുപേട്ടയിലെത്തി അവിടുന്ന് തന്നെ വാഗമണ്ണിൽ നിന്ന് കോലാഹലമേട്ടിൽ നിന്ന് 1 കിലോമീറ്റർ തങ്ങൾപാറയിൽ എത്തിച്ചേരാം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ കിഴക്കൻ ജില്ലകളിൽ നിന്ന്, തെക്കൻ ജില്ലകളിൽ നിന്ന്, പടിഞ്ഞാറൻ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ എത്തിച്ചേരുവാൻ വേണ്ടി കുട്ടിക്കാനം, ഏലപ്പാറയിൽ നിന്ന് കോലാഹലമേട്ടിൽ നിന്ന് 1 കിലോമീറ്റർ തങ്ങൾപാറയിൽ എത്തിച്ചേരാം. അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു വഴിയാണ് മുണ്ടക്കയം കൂട്ടിക്കൽ NDR ഇളങ്കാട് വഴിയുള്ള റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ തെക്കൻ ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ പടിഞ്ഞാറൻ ജില്ലകളിൽ നിന്നും ഉള്ളവർക്ക് മക്കാമിലേക്ക് തങ്ങൾപാറയിലേക്ക് എത്തിച്ചേരുന്നത് വളരെ എളുപ്പമായിരിക്കും. സയ്യിദ് അഹമ്മദുൽ അമീൻ ബഹവക്കി അൽ അസ്രി തങ്ങൾ കൊല്ലം നേതൃത്വം നൽകിയ ദുആ സമ്മേളനം വീഡിയോ നിലവിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇത് കാണുക, കണ്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ കോലാഹലമേട്ടിലെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുപോലുള്ള വീഡിയോകൾ അതുപോലെ നമ്മുടെ നാട്ടിലെ വീഡിയോകൾ എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.